ട്രാവൽ ടെക്കി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് അൽ മാഹത്തൻ മ്യൂസിയം എന്ന് പറയുന്ന ഷാർജയിൽ അബൂഷാഗരയുടെ അടുത്തുള്ള ഒരു മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ 1932 ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ UAE അല്ലെങ്കിൽ പേർഷ്യയിൽ ഫ്ലൈറ്റ് സർവീസ് ആരംഭിച്ചത്. അപ്പോൾ ആ ഫ്ലൈറ്റ് സർവീസ് ആരംഭിച്ച ഒരു എയർപോർട്ടാണിത്. അത് അവർ ഒരു മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എല്ലാവരുടെ രീതിയിലും പണ്ടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മോഡൽ പോലെ അവരിവിടെ അത് സൂക്ഷിക്കുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം ഫ്ലൈറ്റിലേതുപോലെ തന്നെ സീറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതുകൂടാണ്ട് നമ്മുടെ ഇതിനകത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഫ്ലൈറ്റിൽ നമുക്ക് കോക്പിറ്റ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ് കാണാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ബാക്കിയുള്ള ഫ്ലൈറ്റിലോ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഇപ്പോഴാണ് കിട്ടുന്നത്. എന്തായാലും പറ്റുന്നവർ അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കാഴ്ച ഒന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ്. മിനിയേച്ചറല്ല, ഒരു ഫ്ലൈറ്റ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇവിടെയും നമുക്ക് അതേപോലെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് ഫ്ലൈറ്റിൻ്റെ പോലെ അല്ല, കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്. ഇവിടെയും കോക്പിറ്റിലേക്ക് എൻട്രി ഇല്ല, നമുക്ക് ഇവിടെ നിന്നുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ട് ഈ ഫ്ലൈറ്റിൽ ഇരുത്തുന്നുണ്ട്. ഇതൊരു പ്രൈവറ്റ് ജെറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഫോട്ടോയും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കിട്ടിയ അവസരത്തിന് ഇരിക്കാൻ പറ്റുന്നതല്ല, ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ അവിടുന്ന് ഇറങ്ങി താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്ലൈറ്റുകളുടെ എല്ലാം ഒരു കളക്ഷൻ പോലെ ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നത് പോലെ ഹാങ് ചെയ്ത രീതിയിലും താഴെ ഫിക്സ് ചെയ്ത രീതിയിലും ഒക്കെ. അച്ഛനും അമ്മയൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ എൻജിനാണെന്ന് തോന്നുന്നു. താഴോട്ട് പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ താഴെ ഒരു നിർത്തിയിട്ടേക്കുന്ന ഒരു ഗൾഫ് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഫ്ലൈറ്റിൻ്റെ ആണ് ഇവിടെ. ഇത് കണ്ടോ, ഇത്ര അടുത്തെല്ലാം ഫ്ലൈറ്റ് നിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അടുത്ത് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം, വീഡിയോ എടുക്കാം. എങ്ങനെയുണ്ടോ, ഇഷ്ടപ്പെട്ടോ? ഈ ഫ്ലൈറ്റ് 1953 ചെസ്റ്റർ ഇംഗ്ലണ്ടിലാണ് ഇത് പണിതിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇത് പറത്തിയിരുന്നത് ബട്ട്ലർ എയർ ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് ഇൻ ദ ഔട്ട് ബാക്ക് ഓഫ് ഓസ്ട്രേലിയയിലാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 1945 ഓക്ലാമ സിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. US ആർമി എയർഫോഴ്സ് ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണിത്. പിന്നെ UK റോയൽ എയർഫോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സിവിലിയൻ എയർക്രാഫ്റ്റ് ആയത് 1953 ജൂണിലാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഫ്ലൈറ്റിൻ്റെ താഴെയും അതിൻ്റെ ഫുൾ ഹിസ്റ്ററിയും ഡീറ്റെയിൽസും എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ച ഫ്ലൈറ്റിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻജിനാണിത് ഈ കാണുന്നത്. ഇത് എന്ന് പറയുന്നത് റോൾസ് റോയ്സ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ചതായിട്ടാണ് ഇവരിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. റോൾസ് റോയ്സ് എന്ന് പറയുന്ന കമ്പനി ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എൻജിൻ ടൈപ്പ് ടർബോ ഫാന്, മാക്സിമം ത്രസ്റ്റ് 17,150 LB, പിന്നെ ബൈപ്പാസ് റേഷ്യോ 0.05, കുറച്ച് കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗൾഫ് ഏവിയേഷൻ കോ ലിമിറ്റഡ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് ആണത്. ഇത് നമ്മൾ അക്കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേൾഡ് എയർ റൂട്ട്സ് ആണ്. നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കറാച്ചി, ബോംബെ, കൊളംബോ, ഡൽഹി, കൽക്കട്ട. ഇന്ത്യയിൽ 3 സ്ഥലത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഡൽഹി, കൽക്കട്ട ആൻഡ് ബോംബെ. Al Mahatta Museum first opened its doors on March 14,
2000. It was the first airport in the region, built in 1932, and then turned into a museum highlighting the history of flight in the UAE and the region. It is an important landmark due to its unique collectibles that narrate the history of aviation from man's first attempts to fly, to landing on the moon. The airport was used in 1930s as a staging post for commercial flight routes from Britain to India. From man's first attempts to fly to landing on the moon, explore the history of flight and the development of aviation in this region at this museum, which is located in Sharjah's first airport building. Watch an interesting film about the daily life at the airport and in Sharjah Town during the 1930s and experiencem first. Hand this fascinating period of Sharjah's history. The original propeller planes, fully restored, stand guard in the hangar alongside the original refueling tanker. Sultan bin Sakur eventually agreed to build a rest house for crew and passengers, which was fortified against possible but unlikely raids by Bedouin according to the 1937 documentary film Air Outpost, which featured Sharjah's airport. The ruler also supplied a number of armed men as guards. Negotiations with several trucial sheikhs resulted in British offers to establish a presence being rejected. A site at Dibba on the east coast was scouted and briefly considered, and would have provided a welcome relief to the Harid al-Qasimi Wali of Dibba, who was under aggressive pressure from both the Sharqiyan and Shihu tribes. However, the Dibba site was judged impractical, and a location outside the coastal town of Sharjah was selected. Sharjah's ruler agreed, with reservations, to host the airfield. An agreement was made on 22 June 1932 with the ruler Sultan bin Sakra al-Qasimi, which secured him a monthly rental of 800 rupees for landing rights and fees and a personal subsidy of 500 rupees, concerned that the airfield would result in British interference in Sharjah's internal affairs. Bin Sakra also gained assurances that British shipping would route through Sharjah, providing income for the town's traders. The Imperial Airways Empire route was originally established on the northern shore of the Persian Gulf, with Imperial Airways seaplanes landing off Hangar Island, but the agreement to use the route made with the Persian government lapsed in 1932 when the Persian government attempted to use them. Continuation of rights to the facility as leverage to gain British recognition for the Persian claim to the Tums Islands, a claim the British refused to countenance. As a consequence, a southern route was sought. ഈ സെൻസറിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവും, എൻജിൻ വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ആ സെൻസർ ഒന്ന് പ്രസ് ചെയ്ത് കൈവച്ച അവിടെ മിറാക്കിൾസ് ഓഫ് ഫ്ലൈറ്റ്. എന്താണ് മിറാക്കിൾസ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ? മിറാക്കിൾ ഓഫ് ഫ്ലൈറ്റിൽ അവർ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചെറിയ ഇൻസെക്റ്റിൽ നിന്ന് തുടങ്ങി ബട്ടർഫ്ലൈയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു പരിണാമം സംഭവിച്ച അവസാനം ഫ്ലൈറ്റിലേക്ക് എത്തിയതിന് ഒരു ഇതാണ് അവിടെ മിറാക്കിൾ ഓഫ് ഫ്ലൈറ്റ്സ്. എയറിന്റെ ഇതനുസരിച്ചിട്ട് വാൽവ് എങ്ങനെയാ തിരിയുന്നത് എന്നുള്ളതിന്റെ ഒരു മെക്കാനിസം ആണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ,
അതങ്ങോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് മാറും. വാൽവ് തിരിയുന്നുണ്ടോ? ഫ്ലൈറ്റിന്റെ എവല്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അബ്ബാസ് ബിൻ ഫർനാസ് എന്നൊരു വ്യക്തിയാണ് ആദ്യമായിട്ട് പറക്കാൻ ശ്രമിച്ചത്. ആദ്യത്തെ വ്യക്തിയും മുസ്ലിമും കൂടുമായ അദ്ദേഹം റോണ്ട, സ്പെയിനിലെ ആൻഡലൂഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വന്ന എല്ലാ ഡെവലപ്മെന്റും നമുക്ക് ഇവിടെ അവർ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ഈ ഈസ്റ്റേൺ പ്രോമിസ്, ലിയാനോ ഡാവിഞ്ചിയുടെ the parachute that took 500 years to land. Lighter than air. Airship. Powered flight. Right, സഹോദരന്മാർ. Almost there. Powered flight. The father of flight, Sir George Cayley. എയറോനോട്ടിക്സിന്റെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അവിടെ നിന്നും ഹൈ സ്പീഡ് ബാരിയറിലേക്ക് മാറി US എയർഫോഴ്സിന്റെ കൊടുത്തിട്ടുണ്ട്. സൂപ്പർസോണിക് ഫ്ലൈറ്റ് വന്നു. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫ്ലൈറ്റ് സിമുലേറ്ററിൻ്റെ ഒരു റൂമാണ്. അപ്പോൾ ഫ്ലൈറ്റ് സിമുലേറ്ററിൽ നമുക്ക് ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു ഇത് കാണാൻ പറ്റും. എയർക്രാഫ്റ്റിന്റെ അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിന്റെ ഒരു അനൗൺസ്മെന്റിന്റെ ഒരു ഇതാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ലാസ്റ്റ് എക്സിറ്റ് പോയിന്റ് എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനൊരു ഭാഗ്യം. മാൻഹട്ട മ്യൂസിയത്തിലെ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ അച്ഛനും അമ്മയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. മാൻഹട്ടന്റെ റിസപ്ഷൻ ആണിത്. അൽ മാൻഹട്ടൻ മ്യൂസിയം. ടൈമിംഗ് വന്ന് സാറ്റർഡേ മുതൽ തേഴ്സ്ഡേ വരെ 8 to 8 ആണ്. ഫ്രൈഡേ 4 PM to 8 PM. നമ്മുടെ ഈ അൽ മാഹത്ത മ്യൂസിയത്തിന്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ പരിചയപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ, നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും വരിക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെയും ദിസ് ഇസ് ശ്രീ വിത്ത് അച്ഛൻ ആൻഡ് അമ്മ സൈനിങ് ഓഫ്.